ഹലോ, അപ്പം നമ്മൾ ഇന്ന് കേക്കൊക്കെ മുറിക്കുന്നത് ഇന്ന് ഒരാൾ റിസൈൻ ചെയ്ത് പോവുകയാണ്. അത് ആരാണെന്ന് വെച്ചാൽ അഹല്യയാണ്. അഹല്യ ഞാനും 6th മുതൽ +2 വരെ ഒരുമിച്ചാണ് പഠിച്ചത്. +1 +2 ഞങ്ങൾ ഒരേ ബെഞ്ചിലൊക്കെ ഇരുന്നാണ് പഠിച്ചത്. പിന്നെ ഞാൻ MBA ഒക്കെ കഴിഞ്ഞ് പഠിച്ചിറങ്ങിയിട്ട് ആദ്യമായിട്ടൊരു വർക്കിന് കയറി ഒരുമിച്ചല്ല, പക്ഷേ ആദ്യമായിട്ട് ഞാൻ കയറിയ വർക്ക് ഒരു ഡെയിലി വേജസ് പോലെയായിരുന്നു. അപ്പോൾ ഒരു 2 വീക്സൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും വർക്കിന് കയറിയത്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വർക്കിന് അപ്പോഴായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ആദ്യത്തെ കമ്പനി ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കമ്പനിയിൽ അവൾ ആദ്യം റിസൈൻ ചെയ്തു. അതിൻ്റെ പിന്നാലെ തന്നെ ഞാനും റിസൈൻ ചെയ്തു. പിന്നെ ഞങ്ങൾ ഈ ഒരു വർക്കിലേക്ക് കയറി. ഇവിടെ ഇപ്പോൾ 1 വർഷത്തിന് മേലെയായി. ഇപ്പോൾ അവൾ റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടാളും ഇതേപോലെ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. അത് വളരെ റെയറാണ്. കാരണം ഞങ്ങൾ രണ്ടാളും 2 പ്രൊഫഷനാണ്. ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പേ ഇല്ലാത്തൊരു കാര്യമാണ്. വർക്ക് ചെയ്ത ടൈം ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ആ ടൈം പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല. ആകെയുള്ളത് കുറച്ച് ഫ്രണ്ട്സാണ്. അതെനിക്ക് സ്കൂൾ ടൈം മുതലുള്ള ഫ്രണ്ട്സാണ് എനിക്ക് കൂടുതലായിട്ട് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും, എല്ലാം ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് ഇനി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അവൾ റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കുറച്ച് കരയെന്നൊക്കെ പറഞ്ഞിട്ട് കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കരയണ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ എന്നിട്ടും അത്ര കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മൊത്തം അന്നത്തെ ഒരു മൂഡ് ഫുൾ ഫൺ മൂഡായിരുന്നു. ആർക്കും സങ്കടം വരുന്നത് ഓർമ്മ പോലും ഇല്ലാത്തൊരു മൂഡായിരുന്നു. എല്ലാവരും ഫൺ മൂഡിലായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ഞങ്ങളിപ്പോൾ ഓഫീസിൽ വന്നാൽ ഞങ്ങൾ മെയിനായി സംസാരിച്ചുകൊണ്ടിരിക്കാൻ നമുക്കിത് പറ്റില്ല. 9 to 5 ജോബ് നമുക്ക് പറ്റില്ല. നമുക്ക് വല്ല ബിസിനസ്സും തുടങ്ങാം, അല്ലെങ്കിൽ ബോണ്ടക്കടയോ ബജ്ജിക്കടയോ, അല്ലെങ്കിൽ ഇപ്പോൾ ബൺമസ്ക് ട്രെയിനിങ് ബൺമസ്കിൻ്റെ കടയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറയുക. അപ്പോൾ എനിക്കിതുപോലെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്രണ്ട് ഇവളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളാണ് ഇങ്ങനെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അവളുടെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. CA ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേക്കിൽ ഏത് ഫ്ലേവർ വാങ്ങണമെന്ന് വരെ അവൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡ്രസ്സ് എടുത്ത് കൊടുത്തപ്പോൾ നേരത്തെ കൂട്ടി കാണിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി മാറ്റാൻ വേണ്ടി ആ ഡ്രസ്സ് ഏതാണെന്ന് വരെ, നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സ് ഏതാണെന്ന് വരെ അവൾ ഇട്ട് നോക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് തന്നെ. അപ്പോൾ ഇത് ഞാൻ കൊടുത്തൊരു സർപ്രൈസ് ഗിഫ്റ്റാണ്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് പിരിഞ്ഞു. അപ്പോൾ അത്ര ബൈ.